എല്ലാവരും ചിക്കൻ സുഖം കേട്ടോ. അപ്പോൾ ഞമ്മളൊരു കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. എന്താന്ന് വെച്ചാല് ഉപ്പാക്ക് വയ്യ, ഹോസ്പിറ്റലാണ്. ഞാൻ ഹോസ്പിറ്റലിൽ വീടോ അങ്ങനെയൊക്കെ ആയിട്ട് അതുകൊണ്ട് വീഡിയോസ് അങ്ങനെ ഇടാറില്ല. ഫാമിലി അല്ല, ബേബിക്കും തീരെ വയറുന്നേരം കോലം കണ്ടില്ല, മോളെ കോലൊക്കെ ആകെ പോയി. തീരെ വയ്യാണ്ട് ഇരിക്കട്ടോ എൻ്റെ മോള്. അവളിപ്പോൾ ഓക്കെ ആയിട്ടില്ല. അവൾക്ക് ഭയങ്കര ജലദോഷം ചുമൊക്കെ ഉണ്ട്. ഇന്നും ഹോസ്പിറ്റലിൽ പോവാണ്. അവൾക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനും എക്സ്റേ എടുക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോളായിട്ട് ഇന്നും പോവുകയാണ്. ഇതിന് മുന്നേ ഒരു ട്രിപ്പ് കഴിഞ്ഞതാണ് ടെസ്റ്റ് ചെയ്യലും കാര്യങ്ങളൊക്കെ. അവള് കുറച്ച് ദിവസം കൊണ്ടാണ് അവൾ ഇങ്ങനെ അങ്ങനെ എൻ്റെ മോളാകെ. പിന്നെ എന്താ പറയാ, നമ്മുടെ ആദ്യം നമ്മളെ കൂടെ അല്ല, ആദ്യം നമുക്ക് കാണാൻ പോവാട്ടെന്ന്. ആദ്യം നമ്മളെ കൂടെ അല്ലാട്ടെ എടുക്കാന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഇന്ന് വേഗം പണികൾ കഴിച്ചിട്ട് നമുക്ക് പോവാന്ന് പറഞ്ഞിട്ടുണ്ട്. ഉച്ചയാകുമ്പത്തിന് നമുക്കൊരു വീട്ടിൽ നിന്ന് ഇറങ്ങണം. നമ്മളെ ഡോക്ടർ കാണിക്കാറുണ്ട്, അതുപോലെ വേറെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് ഇന്ന്. അപ്പൊ നമുക്കതൊക്കെ വഴിയിൽ കാണാം കേട്ടോ. അപ്പൊ നമ്മൾ രാവിലെ എന്താ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ നല്ല ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ ഇപ്പൊ ഇതിവിടെ കറി ഉണ്ടാക്കുന്നുണ്ട്. ഭാവി ഉരുളക്കിഴങ്ങിന്റെ കറി ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ ചോറൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി അടുത്ത പരിപാടികൾ കറി ഉണ്ടാക്കണം. മീൻ വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ട്. മീൻ നന്നാക്കുന്ന ഡ്യൂട്ടി എനിക്കാണല്ലോ. അപ്പോൾ മീൻ വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോ ഇടാത്തത് വേറെ ഒന്നല്ല, ഇടാൻ പറ്റിയ ഒരു സിറ്റുവേഷൻ ആയിരുന്നില്ല. പിന്നെ വീഡിയോ ഇട്ടാലും പ്രശ്നം ഉണ്ടാക്കുന്ന കുറേ പേരുണ്ട്, അവർക്കൊന്നും പറയാനില്ല. ഇത് ഞാൻ ജസ്റ്റ് നേരം പോക്കിന് മാത്രം ഉള്ളതല്ല ഞാൻ ഈ വീഡിയോസ് എന്ന് പറയുന്നതൊക്കെ. എനിക്ക് ആരും ഒന്നും തരാനില്ല, മനസ്സിലായല്ലോ? അപ്പൊ തന്നെ മനസ്സിലായിട്ടുണ്ടാവില്ല എനിക്ക് എൻ്റെ മക്കൾക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ മത്തങ്ങൊക്കെ മേടിച്ചോണ്ട് വെച്ചിട്ടുണ്ട്. മതി മത്തങ്ങയും സബോളയും തക്കാളി കുറേ സാധനം കൂടി ഇവിടെ മേടിച്ചോണ്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇന്ന് മത്തയും പയറാൻ പോകുന്നുണ്ട്. ഉണക്കപ്പയറുണ്ട്, മത്തങ്ങയുണ്ട്. അപ്പൊ ഇന്ന് എല്ലാം കൂടി വിടല്ലേ കേട്ടാ. നല്ല പിന്നുള്ള മത്തങ്ങ കണ്ടില്ലേ? അപ്പോൾ ഇന്ന് മത്തങ്ങയും പയറും കൂടിയിട്ടാണ് വെക്കുന്നത്. കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. നമുക്ക് ഇനി രാവിലത്തെ പണികൾ കഴിഞ്ഞിട്ട് നമുക്ക് ഉച്ചക്കത്തെ വേഗം നമുക്ക് വേഗം നട്ടൊക്കെ നമ്മൾ പണികൾ കഴിക്കണം. വേഗം കഴിക്കണം. കഴിച്ചിട്ട് നമുക്ക് കുറച്ച് സ്ഥലങ്ങളൊക്കെ പോകാനുണ്ട്. നമുക്ക് അവിടേക്കൊക്കെ പോകണ വീഡിയോസ് നമുക്ക് ഇതിൽ ബാക്കിൽ കാണാം. ഇല്ല ബേബി, മോള് കുറുമ്പിശി പൗർച്ചിക്ക് തീരെ വയ്യാതെ. എൻ്റെ മോൾക്ക് കോലം കണ്ടില്ല, തീരെ കനല്ല. ഇപ്പൊ തീരെ കനല്ല. ഹൈ അല്ലേ? നമ്മുടെ മുടിയൊക്കെ വലുതായിട്ട് മുടിയൊക്കെ വെട്ടണം അല്ലേ? തൊട്ടഴിഞ്ഞു, സോറി ഗൈസ്. അപ്പൊ നമുക്ക് ഇനി ബാക്കി പണികളൊക്കെ കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. പിന്നെ ഞാൻ അത് ഫ്രണ്ടിൽ വന്ന് നോക്കുമ്പോൾ ഇവിടെ എല്ലാവരുടെ കയ്യിലും മിഠായും ലേസും ഓക്കെ ബിരിയാണി എല്ലാം ഉണ്ട് കേട്ടോ. നമ്മുടെ ഓസിൻ്റെ കയ്യിലുണ്ട്, ആമിമോൻ്റെ കയ്യിലുണ്ട്, എല്ലാവരുടെ കയ്യിലുണ്ട്. 3 പേർക്കും 3 കേട്ടോ. കോൽമുട്ടായും എല്ലാം ഉണ്ട് കേട്ടോ ഇവരൊക്കെ. അപ്പോൾ ഇവരിതൊക്കെ കഴിക്കുന്ന തിരക്കിലാണ് ഗൈസ്. ഞാൻ ചായ ഒന്നും കഴിക്കാൻ കൂട്ടാക്കുന്നില്ല. ഇത് കഴിഞ്ഞപ്പോൾ പിന്നെ അതന്നെ ആയിട്ടോ. അങ്ങനെ ഞങ്ങൾ വാടാനപ്പള്ളി എത്തിയിട്ടോ. ഞാൻ മാത്രമല്ല നിച്ചുകൊണ്ട് കൂടെ. അപ്പോൾ അവൾ കൂടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ അവൾ പറഞ്ഞു നമുക്ക് ഇമ്പ്രൂവിൻ്റെ ബസ്സിൽ പോകാൻ്റെ വണ്ടി ഈ ഒരു ടൈമിലുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളൊന്നും നോക്കിയില്ല, ഇമ്പ്രൂവിൻ്റെ ബസ്സിലാട്ടോ ഞങ്ങൾ കയറിയത്. അപ്പോൾ ഞങ്ങൾ ഇതേ വാടാനപ്പള്ളി എത്തിയിട്ടുണ്ടാവും. ലിമിറ്റഡ് ആയതുകൊണ്ട് തന്നെ വേഗം എത്തും കേട്ടോ. നമ്മൾ പോണത് 3 പീടികയിലാണ് കേട്ടോ, ഇവിടെ അടുത്തൊക്കൊന്നുമല്ല. അപ്പോൾ നമ്മൾ ലോക്കൽ ബസ്സിൽ കയറി കഴിഞ്ഞാൽ ഇപ്പോൾ അടുത്തൊന്നും നമ്മളെത്തില്ല, നല്ല ലേറ്റ് ആവും. അതുകൊണ്ട് നമ്മൾ പോകുമ്പോൾ ലിമിറ്റഡ് ബസ്സിലാണ് കേട്ടോ കയറിയത്. അത് ഇമ്പ്രൂവിൻ്റെ ബസ്സിലാണ് കാരണം ടൈം അവൾക്കറിയണ കാരണം അതിൽ ഞങ്ങൾ കയറി. അങ്ങനെ ഞങ്ങൾ ഫോൺ കടയിൽ വന്നപ്പോൾ പോസ്റ്റ് ഞാൻ വന്നത് എന്തിനാണെന്ന് വെച്ചാൽ എൻ്റെ ഫോൺ ഇവിടെ നിന്നാണ് മേടിച്ചത്. ഞാൻ നിച്ചുനായിട്ട് വന്നിട്ട് 3 വീടിൽ നിന്ന് ഇവിടെ നിന്നാണ് മേടിച്ചത്. ഇവിടെ നിന്നാണ് മേടിക്കാറ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഫോൺ മേടിച്ചിട്ട് കുറച്ച് ദിവസങ്ങളൊക്കെ ആയി. അപ്പോൾ ഫോണിൻ്റെ ഡിസ്പ്ലേ മാറ്റാൻ ഗ്ലാസ് ഒട്ടിക്കുമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ ഫോൺ എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ അതും ഇൻക്ലൂഡാണ്. നമുക്കതിന് വേറെ പേയ്മെൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നവർ പറഞ്ഞ കാരണം. പിന്നെ അന്ന് തന്നെ ഇടാൻ പറ്റില്ല, 1 മാസത്തിൻ്റെ ഉള്ളിൽ വന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ ഇത് 2ാമത്തെ പ്രാവശ്യമാണ് വരുന്നത്. ഫസ്റ്റ് ദിവസം വന്നപ്പോൾ സ്ക്രീൻ കാർഡ് ഒട്ടിക്കുന്ന ആളുണ്ടായിരുന്നില്ല. പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ വന്നപ്പോൾ കറൻറ്റും ഇല്ല. അതുപോലെ തന്നെ ഫസ്റ്റ് സ്ക്രീൻ കാർഡ് ഒട്ടിച്ചത് പൊട്ടുകയും ചെയ്ത്. അപ്പോൾ 2ാമത്തെ സ്ക്രീൻ കാർഡ് വരാൻ വേണ്ടിയിട്ടാണ് അവരവിടെ ആ റോട്ടിൽ വെയിറ്റ് ചെയ്ത് നിൽക്കണം കേട്ടോ. അങ്ങനെ സ്ക്രീൻ കാർഡ് വരുന്ന ടൈം ആകുമ്പോഴത്തേനും കറൻറ്റും പോയി. എല്ലാം കൊണ്ട് മൊത്തത്തിൽ പോസ്റ്റായി ഗൈസ്. അപ്പോൾ ഞങ്ങൾ വന്നിട്ട് ഞങ്ങൾ എത്ര നേരം ഇരുന്നത്, അതും കറൻറ്റില്ല.
ഇവിടുന്ന് നിച്ചുവിനാണെങ്കിലോ ഇനി വീട്ടിൽ പോയിട്ട് വേണം അവൾക്ക് വേറെ എവിടേക്കൊക്കെ പോകാനുള്ളത്. നമ്മൾ 5 മണി വരെ വെയിറ്റ് ചെയ്തിട്ടോ. 5 മണി ആയപ്പോഴും പിന്നെ സ്ക്രീൻ ഗാർഡും എത്തിയിട്ടില്ല, കറൻറ്റും വന്നിട്ടില്ല. അപ്പോൾ പിന്നെ ഇനി ഇരുന്നാൽ നമുക്ക് ഇരുട്ടാവും വീടെത്താൻ. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല. പിന്നെ നിച്ചുവിന് വേറെ എവിടേക്കോ പോകാനും കൂടി ഉണ്ട്. അവൾ എനിക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ കൂടെ വന്നത്. പിന്നെ എനിക്ക് 3 പിടിയൊക്കെ ഒറ്റക്കാരൻ എനിക്ക് അറിയില്ല, ഇതെവിടെ ഇതുപോലെ എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഞാൻ അവളെ കൂടുതലും താങ്ങി പിടിച്ച് പോകുന്നത് കേട്ടോ. അപ്പം ഞങ്ങൾ ഒന്നും നോക്കിയില്ല, ഞങ്ങൾ നേരെ ഇറങ്ങി. ഞങ്ങൾ പിന്നെ ടാസ്ക് എന്താണെന്ന് വെച്ചാൽ ഇനി എൻ്റെ ഫോണിന് എന്ത് പറ്റിയാലും സ്ക്രാച്ച് എന്ത് വന്നാലും ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അതിൻ്റെ ഫ്രണ്ടിലത്തെ അതിനൊരു ഇതുണ്ടാവില്ല, അതൊക്കെ അവർ ആദ്യം ഊരിക്കളഞ്ഞിട്ടോ ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഒട്ടിക്കാൻ നിൽക്കുമ്പോഴല്ല അത് പൊട്ടിയത്. അപ്പോൾ പിന്നെ അതിൻ്റെ അതും ഊരി. അപ്പോൾ പിന്നെ ഇനി 2 ദിവസം കുട്ടിയുടെ ഫോണും കൊടുക്കരുതെന്നും പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ നമ്മൾ എല്ലാ ബേബി പിന്നെ പറയണ്ടല്ലോ, എല്ലാവരോടും നടന്ന് ചിരിച്ച് കളിച്ച് എല്ലാവരോടും നല്ല കമ്പനി ആവട്ടോ. ഈ ചേച്ചിനെ എനിക്ക് പോലും അറിയില്ല. അവൾ പോയി തോണ്ടിയിട്ടും ഹായ് കൊടുത്തിട്ടും ടാറ്റ കൊടുത്തിട്ടും ഉമ്മൊക്കെ കൊടുത്തിട്ടോ. അവൾക്ക് ഭയങ്കര, അവളെല്ലാവരോടും നല്ല കമ്പനിയാണ് എല്ലാവരോടും. അവൾ ഇന്ന ആൾക്കാരൊന്നൊന്നുമില്ല, ആരെ കണ്ടാലും ടാറ്റ പറയും, ഫ്ലൈങ് കിസ് കൊടുക്കുകയും വർത്താനം പറയും, ആരാന്നൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്യും. അവൾ ഭയങ്കര എല്ലാവരോടും ഭയങ്കരമായിട്ട് കമ്പനിയാണ് ഇല്ല ബേബി. അതുകൊണ്ട് ഞാനിങ്ങനെ വായ പിടിച്ച് നോക്കിക്കേ. എന്നാ നമ്മളെല്ലാവരും ടാറ്റയും ഫ്ലൈങ് കിസ് ഒക്കെ കൊടുക്കണം. എല്ലാവരും കമ്പനിയായിട്ട് ഇങ്ങനെ ഒരു ഫോണിന്റെ ഡിസ്പ്ലേ എത്ര ദിവസം നടക്കുന്നത്. ഇതിവിടെ കറണ്ടില്ല, കണ്ടില്ലേ? അപ്പോൾ എൻ്റെ ഫോൺ എങ്ങനെ കുട്ടികൾക്ക് 2 ഡിസൈനുകൾ കൊടുക്കാണ്ട് കൊണ്ടുനടക്കണം. കാരണം അതിൻ്റെ മേലത്തെ സ്ക്രീനൊക്കെ അവർ ഊരും. അപ്പോൾ ഏത് നിമിഷം എന്ത് വേണ്ടി സംഭവിക്കാം എൻ്റെ ഫോണ്. ഇവിടെ ആരൊക്കെയോ ഇട്ട് കമ്പനി. അതിൽ കേറാ ചാച്ചനായിട്ടാണ് കമ്പനി. അടിക്കല്ലേ. നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായി എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ. ബൈ.